ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഷോർട്ട് റീൽസ് ഷോർട്ട് വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യൽ. അപ്പോൾ അതൊന്ന് മാറ്റി ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. സാധാരണ വീഡിയോ എടുത്തതിന് ആരും ഇല്ലാത്തതുകൊണ്ടാണ് ലോങ് വീഡിയോസൊന്നും ഞാൻ എടുക്കാത്തത്. ഇപ്പം മക്കൾ വീട്ടിലുള്ളതുകൊണ്ട് 2-3 ദിവസമായി മോള് വീട്ടിലുള്ളതുകൊണ്ട് മോളിങ്ങനെ പറയായിരുന്നു ഒരു വീഡിയോ എടുത്താലോ എന്ന്. അങ്ങനെ ഇന്നത് എടുക്കാമെന്ന് വിചാരിച്ചു. ഒന്നുമില്ല, ചെറിയൊരു ലോങ് വീഡിയോ രാവിലെ ഷോപ്പിലേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഷോപ്പിലെത്തുന്നത് വരെയുള്ള കുറച്ച് കാര്യങ്ങൾ അതിനിടയിൽ നിങ്ങളടുത്ത് സംസാരിക്കുകയും ചെയ്യാം, അത്രയേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് നോക്കണ്ട, ഇതെനിക്ക് ഉച്ചക്കേക്കുള്ള ചോറും കറിയും ചമ്മന്തി എടുത്ത് വെക്കുന്നതാണ്. അതും കൂടെ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ച്. പിന്നെ ദോശയും കറിയും രാവിലെ മക്കളൊക്കെ ചായയൊക്കെ കുടിച്ച് രാവിലെ ഞാനങ്ങ് പോകുന്നതുകൊണ്ട് ഷോപ്പിലേക്ക് പോകുന്നതുകൊണ്ട് മക്കൾ വീട്ടിൽ ഒറ്റക്കായതുകൊണ്ട് അവർക്ക് രാവിലെ ചായയൊക്കെ കൊടുത്തു. അപ്പോൾ ഇരുന്ന് കഴിക്കാനുള്ള സമയമൊന്നുമില്ല, കുറച്ച് പെട്ടെന്ന് തന്നെ ഇറങ്ങേണ്ടതുകൊണ്ടേ ലേറ്റായിപ്പോയി ഞാൻ. അതുകൊണ്ട് കുറച്ച് നേരെ നിന്ന് തന്നെ കഴിക്കാമെന്ന് വെച്ച് ഇനിയും സമയം വൈകണ്ടല്ലോ എന്ന് വെച്ചിട്ടോ. അപ്പോൾ അങ്ങനെ ചോറും കറിയൊക്കെ എടുത്ത് വെച്ച് അതിനിടയിൽ എൻ്റെ മോള് വെള്ളമൊക്കെ കൊണ്ടുത്തന്ന്. എനിക്ക് 3 പെൺകുട്ടികളാട്ടോ, അനാമിക, സാഗരിക, വൈക, അങ്ങനെ 3 പെൺകുട്ടികളാണ്. ഓരോരുത്തരും ക്ലാസ് പഠിക്കുക, 8ാം ക്ലാസ്, 4ാം ക്ലാസ്, 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേരാണ്. അപ്പോൾ മക്കളെ എന്നും പോകുമ്പോൾ രാവിലെ ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ആറ്റയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ എന്നും പോവാറ്. അതിന്നും പതിവ് തെറ്റിക്കാതെ ഞാൻ കൊടുത്തിട്ടുണ്ട്. വരുമ്പോൾ എനിക്കൊരു ലിസ്റ്റൊക്കെ തന്നിട്ടുണ്ട് വാങ്ങേണ്ടത്. അപ്പോൾ വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് വീടൊക്കെ ലോക്ക് ചെയ്തു. അപ്പോൾ നിങ്ങളായിരിക്കും മക്കളെയും കൂട്ടി എങ്ങോട്ടാണ്? മക്കളെയും കൂട്ടി വേറെ എവിടേക്കല്ല, എൻ്റെ വീട്ടിലേക്കാണ്, എൻ്റെ സ്വന്തം വീട്ടിലേക്ക്. വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മേൻ്റെ അടുത്ത് ആക്കി കൊടുക്കാമെന്ന് വെച്ചു മക്കളെ. അങ്ങനെ മക്കളെയും കൂട്ടി നേരെ അമ്മേൻ്റെ അടുത്തേക്ക്. ഇതാണ് എൻ്റെ സ്വന്തം വീട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്ര അടുത്താണോ എന്ന്. അതെ, ലവ് മാരേജ് ആയിരുന്നു. അങ്ങനെ അടുത്താണ് ഞങ്ങളുടെ വീട്. അപ്പോൾ എന്നും ഞാൻ അവിടെ കയറിയിട്ടേ പോകാറുള്ളൂ. അപ്പോൾ അമ്മേനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചോറൊക്കെ വെച്ചിട്ടുണ്ട് നോക്കണേന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇറങ്ങി. ഇനി ഇവിടെ വരെയുള്ള വീഡിയോ എൻ്റെ മോൾ എടുത്തു വന്നു. ഇനി അങ്ങോട്ട് മോളില്ല, ഞാൻ ഒറ്റയ്ക്ക് എടുക്കണം. അതുകൊണ്ട് ഇനി എൻ്റെ കാലും കുണ്ടും കുഴിയും റോഡും മാത്രമേ കാണുള്ളൂ. അപ്പോൾ ഫുള്ള് ചളിയാണ് മക്കളെ, ഫുള്ള് ചളിയാണ്. ഇതൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ ഇറങ്ങി. ഇനി ഇവിടെ ഒരു പുഞ്ചപ്പുഴയുണ്ട്, ഞാൻ എന്നും കാണിച്ചിരുന്നു എൻ്റെ വീഡിയോസിൽ അധികവും നിങ്ങൾ കാണാറുള്ള പുഴയായത്. കവിഞ്ഞൊഴുകിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ 2 ദിവസത്തെ മഴയിൽ. ഇപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് വേറൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. അതിനിടയിൽ കുറച്ച് കാര്യം ഞാൻ പറയാം. നമ്മൾ ഈ മാസം ഫസ്റ്റിൽ തന്നെ നമ്മൾ 500 സബ്സ്ക്രൈബർ അടിച്ചിട്ടുണ്ട്. അതിലൊത്തിരി സന്തോഷം. എല്ലാവരുടെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരുടെ ഞാൻ നന്ദി പറയുകയാണ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹമൊക്കെ എനിക്ക് അങ്ങോട്ടും കിട്ടുമല്ലോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 500 സബ്സ്ക്രൈബർ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയ ഗിഫ്റ്റ്, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ വീഡിയോക്ക്, ഈ ഒരു വീഡിയോക്ക് കമൻറ്റ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുന്ന ഒരാളെ സെലക്ട് ചെയ്തിട്ട് ആൾക്ക് ഞങ്ങളൊരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓരോ റീലിനടിയിലും ഞാനിങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുന്ന ആൾക്ക് വീഡിയോന് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ചെറിയൊരു മാറ്റമൊന്നുമില്ല. നിങ്ങൾ ഏത് വീഡിയോന് കമൻറ്റ് ഇട്ടാലും ഞാൻ എല്ലാവരെയും സെലക്ട് ചെയ്തിട്ടിട്ട് അതിലൊരാളായിരിക്കും ഞാൻ സെലക്ട് ചെയ്യുക. അപ്പോൾ മാക്സിമം ഈ ലോങ് വീഡിയോക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം. സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ചാനലിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ സെലക്ട് ചെയ്തിട്ട് അവരടുത്ത് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഗിഫ്റ്റ് എന്താണെന്നുള്ളത് വഴിയെ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും ഗിഫ്റ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ വടകര എത്തി മക്കളെ. വടകര ഇറങ്ങി. ഇത് ഞാൻ എന്നും വരുമ്പോൾ കാണുന്ന ലോട്ടറി കട കേട്ടോ. ഈ ചേട്ടൻ്റെ അടുത്ത് ഞാൻ ലോട്ടറി എടുത്തപ്പോൾ 1-2 തവണ എനിക്ക് ചെറിയ എമൗണ്ട് ആണെങ്കിലും അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്നും ഒരു ലോട്ടറി എടുത്തു. ഭാഗ്യവശാൽ അടിക്കുവാണെങ്കിൽ അതും ഞാൻ വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പോൾ ചേച്ചി കൊണ്ട് എടുത്ത് സംസാരിച്ച് അങ്ങനെ നമ്മൾ നേരെ പോവാട്ടോ. ഇനി ഇവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ എൻ്റെ ഷോപ്പിലേക്ക്. അതിനിടയിൽ ഇവിടെയുള്ളൊരു ഷോപ്പിൽ നല്ല വടയുണ്ട്. അപ്പോൾ ഞാൻ മുരിഞ്ഞ 2 വടയും മേടിച്ച് അങ്ങ് പോകാമെന്ന് വെച്ച്. 11 മണിക്ക് ചായക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ, ഒരു ദോശയിലേ കഴിച്ചിട്ടുള്ളൂ, വിശക്കുമല്ലോ എന്ന് വെച്ച് 2 വടയും മേടിച്ച് നേരെ ഇതാ ഷോപ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. വടകരയുള്ള ആൾക്കാർക്ക് അത്യാവശ്യം അറിയാൻ പറ്റും. ആകൃതി എന്ന് പറയുന്ന ബ്യൂട്ടി പാർലറിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ബ്യൂട്ടി പാർലറിലല്ല, അതിൻ്റെ താഴത്തെ കൺവിഷ എന്ന് പറയുന്ന ഫാൻസിയിലാണ്. ഇതാണ് കേട്ടോ എൻ്റെ ഷോപ്പ്. അപ്പോൾ ഫാൻസിൻ്റെ ഷട്ടറൊന്നും തുറന്നിട്ടില്ല. ഞാൻ മേലെ പോയി ചാവി എടുത്ത് വന്നിട്ട് വേണം ഷട്ടർ തുറക്കാൻ. കാരണം ആകൃതിയിൽ ആളെത്തിയിട്ടില്ല. അവിടെ ഒരു ചേച്ചി മാത്രമേ എത്തിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഷട്ടർ തുറക്കാത്തത്. അപ്പോൾ ചാവിയൊക്കെ എടുത്ത് നേരെ താഴത്തേക്ക് പോയി. ഷട്ടർ തുറക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല, ഫോണ് താഴെ പോകും മക്കളെ. അതുകൊണ്ട് ആ വീഡിയോ ഞാൻ എടുത്തില്ല. ലോക്കൊക്കെ തുറന്ന് ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഇതാണ് ഞാൻ നിൽക്കുന്ന ഷോപ്പ് കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇനി ഓണത്തിൻ്റെ കളക്ഷനൊക്കെ വന്നാൽ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അയക്കാം. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോസിന് സപ്പോർട്ട് ചെയ്യുക, മറക്കണ്ട, കമൻറ്റ് ചെയ്യുക, ഗിഫ്റ്റ് നിങ്ങൾക്കായി. അപ്പോൾ ഇനി നമുക്ക് ആഗസ്റ്റ് 23-ാം തീയതി. ഓക്കെ, ബൈ.